നമുക്ക് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ ലാസ്റ്റ് പറയാനുള്ള ഒറ്റ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്? Marketable securities. Marketable securities എന്ന് പറഞ്ഞാൽ they are short-term, highly liquid investments in money market instruments like treasury bill, commercial paper, etc. വളരെ ഷോർട്ട് പീരിയഡ് മെച്യൂരിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കൊല്ലത്തിന് താഴെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. മണി മാർക്കറ്റ് എന്ന് പറയാൻ വരുന്നത് വെച്ചാൽ, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ലോൺസ്. നമുക്ക് ഒരു ഷോർട്ട് പീരീഡ് ലോൺ വേണമെന്നിരിക്കാം, ഒരു കൊല്ലത്തിന് താഴെ മെച്യൂരിറ്റി ഉള്ള ഒരു ലോൺ. മേ ബി ചിലപ്പോൾ നമുക്ക് ഒരു 7 ദിവസത്തെ ഫണ്ട് ഷോർട്ടേജ്, ഒരു ആഴ്ചത്തേക്ക് കുറച്ച് ലോൺ വേണം, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് കുറച്ച് ഫണ്ട് വേണം, അടുത്ത ദിവസം നാളെ നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഷോർട്ട് ടേം ലോൺസിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ട്രേഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടേം മെച്യൂരിറ്റി, അതായത് ബേസിക്കലി ഒരു കൊല്ലത്തിന് മുകളിൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് അവിടെ നോക്കാൻ പറ്റില്ല. ഈ ഷോർട്ട് ടേം ഫണ്ടിന് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടി പോകുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അവിടെ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ പോലത്തെ, ഇപ്പം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയറും ഡിബഞ്ചറും ഒക്കെ പോലെ മണി മാർക്കറ്റിൽ ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതൊക്കെ ബിസിനസിന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തിന്റെ ഒക്കെ മെച്യൂരിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒക്കെ നമുക്ക് അതിനെ ക്യാഷ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ടേം ഫണ്ടാണ്, ഷോർട്ട് ടേം റിക്വയർമെന്റ് ആണ് ഫണ്ടിന്റെ, അല്ലെ? ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് ഇടുന്നത്. ക്യാഷ് ഇട്ട് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കഴിയുമ്പോൾ ആ ക്യാഷ് തിരിച്ചു വരും. അപ്പൊ ആ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ഷോർട്ടേജ് ഉണ്ടാവും, ഫണ്ട് ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വാങ്ങിക്കും ബിസിനസ്. അല്ല, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വാങ്ങിക്കില്ല. അങ്ങനെ ഒരു ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിറ്റിട്ട് ഫണ്ട് ഈ മണി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യും, അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ നിന്ന് ലോൺ എടുക്കും. അല്ല, സർപ്ലസും ഉണ്ടാവും, അല്ലെ? ഈ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് ഇപ്പോൾ ഒരു 3 മാസമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മൾ ഫണ്ട് ഇട്ട് 3 മാസം കൊണ്ട് നമുക്ക് തിരിച്ച് കയ്യിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് തിരിച്ച് ക്യാഷ് ആയിട്ട് തന്നെ വരും. ആ 3 മാസത്തിനുള്ളിൽ നമുക്ക് കുറച്ച് സർപ്ലസ് ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കാം, കുറച്ച് അധികം ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ ആ 3 മാസമേ നമ്മുടെ കയ്യിൽ ആ സർപ്ലസ് ഉണ്ടാവുള്ളൂ. ആ ഒരു 3 മന്ത്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമുക്ക് പോയിട്ട് എന്താ പറയാ, കുറച്ച് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബില്ലൊക്കെ മറ്റ് ഇവരെ ഓഫർ ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ ആ 3 മാസത്തേക്ക് അതിന്റെ മുകളിൽ നമുക്ക് പലിശ അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടും. Okay, so what are the different types of marketable securities എന്ന് നോക്കാം. And they can be converted into cash very quickly and are known as near cash or cash equivalents. Marketable securities നമ്മൾ cash equivalents ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ക്യാഷ് പോലെ തന്നെയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ types of marketable securities or money market instruments. Money market എന്താണെന്ന് ഞാൻ പറഞ്ഞു. Money market refers to market for short term securities. Surplus funds will be invested in marketable or short term securities. നമുക്ക് സർപ്ലസ് ഉള്ള ഫണ്ട് നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? ഈ പറയുന്ന ഷോർട്ട് ടേം സെക്യൂരിറ്റീസിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. കോൾ മണി. കോൾ മണി എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി ഷോർട്ട് പീരിയഡ് ലോൺസ്. വളരെ ചെറിയ പീരീഡിലേക്കുള്ള ലോണിനെയാണ് കോൾ മണി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഡേ ഓർ വീക്ക്, ഒരു ദിവസം അല്ലെങ്കിൽ 7 ദിവസം, ഒരാഴ്ച, ഒരു ദിവസം, അല്ലെങ്കിൽ ഈവൻ ഫോർട്ട്നൈറ്റ്, 2 ആഴ്ച വരെയൊക്കെ മെച്യൂരിറ്റി ഉള്ള ലോണുകളെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. അതിനെ കോൾ എന്ന് പറയാൻ കാരണം ഓൺ ദി കോൾ, ഓൺ ഡിമാൻഡ് എന്നാണ് അർത്ഥം. പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ കോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കോൾ മണി എന്ന് പറയുന്നത്. യൂഷ്വലി കോൾ മണി ബാങ്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ആവശ്യം വരിക. അവരാണ് യൂഷ്വലി കോൾ മണി എന്ന് പറയുന്നത് ഇത് ചെയ്യാറ്. കാരണം ബാങ്കുകൾക്ക് പലപ്പോഴും ഓരോ ദിവസം അവരെ അക്കൗണ്ട് ക്യാഷ് ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് ഫണ്ട് ഷോർട്ടേജ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ അടുത്തുള്ളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ചിലപ്പോൾ ഫണ്ട് സർപ്ലസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ഈ കോൾ മണി ചെയ്യും. അതായത് ആ സർപ്ലസ് ഉള്ള ഫണ്ട് ആ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലോൺ എടുക്കും ഒരു ദിവസത്തേക്ക്. എന്നിട്ട് അതിനൊരു ചെറിയ പലിശ ഈ ബാങ്ക് മറ്റേ ബാങ്കിന് കൊടുക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഫണ്ട് ശരിയാവുമ്പോൾ ഇവിടുന്ന് തിരിച്ച്
മറ്റേ ബാങ്കിലേക്ക് കൊടുക്കുകയും ചെയ്യും. സോ യൂഷ്വലി ദേ ആർ ഡൺ ദേ ആർ ലോൺസ് ടേക്കൺ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്ക്സ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർ ബാങ്ക് മണി എന്നും പറയാറുണ്ട്. ഇന്റർ ബാങ്ക് എന്താ പറയുക ഡെപ്പോസിറ്റ്സ് എന്നും പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കുകൾ തമ്മിൽ ആണ് പൊതുവെ കോൾ മണി ഉണ്ടാവാറുള്ളത്. ഇത് യൂഷ്വലി ടേക്കൺ ഫോർ മീറ്റിംഗ് ദ എമർജൻസി ഷോർട്ടേജ് ഓഫ് ഫണ്ട്. എമർജൻസി ഫണ്ട് റിക്വയർമെന്റ് ആണ് കോൾ മണി പൊതുവെ നമ്മൾ യൂസ് ചെയ്യുക. ദേ ആർ അവൈലബിൾ ഓവർ കോൾ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്ക് ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ വലിയ പ്രൊസീജിയർ ഒന്നുമില്ല. അയാളുടെ ബാങ്കിനെ വിളിച്ച് ഇങ്ങനെ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു, ആ ബാങ്ക് ഇങ്ങോട്ടേക്ക് ഫണ്ട് തരുന്നു, അതിന് നാളെ അടുത്ത ദിവസം പലിശ കൊടുക്കുന്നു, തിരിച്ചും കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ആൻഡ് ദീസ് ലോൺസ് ആർ ഹൈലി ലിക്വിഡ്. ഭയങ്കര ലിക്വിഡ് ആണ്. കാരണം ഓൺ കോൾ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ആണ്. പിന്നെ മാത്രമല്ല ഈ ഒന്നാമത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച വരെയൊക്കെ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് ഉള്ളൂ. മാത്രമല്ല ഇതിപ്പം ഒരു ബാങ്ക് വേറൊരു ബാങ്കിന് കോൾ മണി ലോണായിട്ട് കൊടുത്താൽ ഒരു 3 ദിവസം എന്ന് പറഞ്ഞ് കൊടുത്താലും വേണമെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് 2 ദിവസം കഴിഞ്ഞ് മറ്റേ ബാങ്കിന് ഷോർട്ടേജ് വന്നാൽ ഓൺ ഡിമാൻഡ് അവർക്ക് തിരിച്ചു വാങ്ങിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ലിക്വിഡ് ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് വേരിയിങ്. ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. Okay, and the market which deals with call money is called call money market. Money market തന്നെ call money ആയിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ call money market എന്നാണ് പറയാം. ട്രഷറി ബിൽസ്. സോ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇൻസ്ട്രുമെന്റ് ആണ്. റിസർവ് ബാങ്ക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷറി ബിൽസ്. സോ ദേ ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അതായത് ഒരു ഗവൺമെന്റിന് മേ ബി ഒരു മാസത്തേക്കോ ഒരു 3 മാസത്തേക്കോ ഒക്കെ ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. കാരണം 3 മാസത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ടിന്റെ ആവശ്യം. അപ്പം മണി മാർക്കറ്റിൽ വന്നിട്ട് ഒരു പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് ട്രഷറി ബിൽ എന്ന് പറയാം. അപ്പം 3 മാസത്തെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ട്രഷറി ബില്ല് ഗവൺമെന്റ് RBI കൊണ്ട് മണി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യിപ്പിക്കും. അത് ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ഗവൺമെന്റ് ആ 3 മാസത്തേക്ക് ഫണ്ട് കിട്ടും. പിന്നെ ഇത് ഇൻട്രസ്റ്റ് അല്ല ഇതിന്റെ മുകളിൽ ഉണ്ടാവുക, ഇത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാണ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു 10 രൂപയുടെ എന്താ പറയാ ട്രഷറി ബില്ല് നിങ്ങൾക്ക് ചിലപ്പം 8 രൂപയ്ക്കാണ് ഗവൺമെന്റ് തരിക. അപ്പൊ 8 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മെച്യൂരിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ തിരിച്ചു കിട്ടും. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ദേ ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ട്രഷറി ബിൽസ് നമുക്ക് സുഖമായിട്ട് നമ്മൾ ഒരു ട്രഷറി ബില്ല് വാങ്ങിച്ചു ഒരു 3 മാസത്തിന്, പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ട് വേണം, നമുക്ക് വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റും ട്രഷറി ബില്ല്. ആൻഡ് യൂഷ്വലി ദേ ആർ ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 91 days to 365 days. ഒരു 3 മാസം തൊട്ടിട്ട് ഒരു കൊല്ലം വരെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് പൊതുവെ പറയാറുള്ളത്. അടുത്ത ട്രേഡ് ബിൽസ് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ instrument writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or on the order of to the bearer of the instrument. അതായത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴോ കടത്തിന് വാങ്ങിക്കുമ്പോഴോ വിൽക്കുമ്പോഴോ ഒക്കെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ കടത്തിന് വേറൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു, ഒരു സപ്ലയറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ ഡെറ്ററും ആ സപ്ലയർ ക്രെഡിറ്ററും ആയി അല്ല, ഞാൻ ആ സപ്ലയർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പം കൊടുക്കാനുണ്ടാവുമ്പോൾ ഞാനും ആ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു അഗ്രിമെന്റിനെയാണ് നമ്മൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ അഗ്രിമെന്റിൽ എന്താ ഉണ്ടാവുക? ആ അഗ്രിമെന്റിൽ ഈ ക്രെഡിറ്റർ ആ അഗ്രിമെന്റ് ഉണ്ടാവുന്ന വെച്ചാൽ ഈ ഡെറ്റർ കുറച്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ന സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിനുള്ളിൽ ഇത്രയും എമൗണ്ട് ഈ പറയുന്ന ക്രെഡിറ്റർക്ക് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു അഗ്രിമെന്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പൊതുവെ ഈ പറയുന്ന പോലെ ഒരു 1 month 3 months അങ്ങനെയൊക്കെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ ഉണ്ടാക്കുക. നമ്മൾ കടം വാങ്ങിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ കടത്തിന് വാങ്ങിച്ചാൽ 1 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചടക്കേണ്ടി വരും. ഓക്കെ, ഈ ട്രേഡ് ബില്ല് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളും അതേപോലെ തന്നെ അല്ലെങ്കിൽ ട്രേഡ് ബില്ലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് വെക്കാം, അത് ഞാൻ കുറച്ച് ആൾക്കാർക്ക് കടത്തിന് സാധനം കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കുറെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം അത് 3 മാസമാണ് അതിന്റെ മെച്യൂരിറ്റി. അതായത് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് ക്യാഷ് കിട്ടുക. പക്ഷെ എനിക്ക് 3 മാസത്തിന് മുന്നേ എനിക്ക് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിത് എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ വിൽക്കാം, സെയിലാക്കാം, അല്ലെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യാം. Okay, I can they can either be sold or discounted with the bank. Okay, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാനത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബാങ്ക് അപ്പം എൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സേവ് ഫോർ എക്സാമ്പിൾ 60,000 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതായത് എനിക്കൊരാൾ 60,000 രൂപയാണ് തരാനുള്ളതെന്നുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്താൽ ബാങ്ക് എനിക്ക്
at the moment ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന അപ്പം തന്നെ എനിക്ക് സേ മേ ബി ഒരു 55,000 rupees തരും, അതായത് 55,000 രൂപ തരും. ഓക്കെ, അതായത് 60 ആണ് ആക്ച്വൽ എമൗണ്ട്, പക്ഷെ ഇമീഡിയറ്റ് ആയിട്ട് എനിക്ക് ക്യാഷ് കിട്ടുന്നതുകൊണ്ട് ബാങ്കിന് ലാഭം വേണമല്ലോ. ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എടുത്തിട്ട് ബാങ്ക് എനിക്ക് 55 രൂപ തരും. ആ 5 രൂപ, ആ 5,000 രൂപയാണ് എന്ത്, ബാങ്കിന്റെ ലാഭം. ഓക്കെ, ഡിസ്കൗണ്ട് ഇതാണ് ബാങ്കിന്റെ ലാഭം. എന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ ഈ പറയുന്ന ആള് ക്യാഷ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ 60,000 rupees ആർക്ക് കിട്ടും, ബാങ്കിന് കിട്ടും. ഓക്കെ, അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രേഡ് ബിൽസ്. ഓക്കെ, ആൻഡ് ഈ ട്രേഡ് ബിൽസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ ബിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഒരു ഇൻസ്ട്രുമെന്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇതിന്റെ ഈ എന്താ പറയാ, നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇതേപോലെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് വേറൊരാൾക്ക് വിൽക്കാം. വിൽക്കുമ്പോഴും ഈ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്താൽ ഇൻ കേസ് ഈ പറയുന്ന ആള് ക്യാഷ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ തന്നെ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. പക്ഷെ ഞാനൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ആള് ക്യാഷ് തിരിച്ചു കൊടുത്തില്ലെങ്കിലും അത് ഈ പറയുന്ന ബാങ്കാണ് ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്ക് തന്നെ അതിന്റെ ആ ഡീഫോൾട്ട് റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് ഡിഫറൻസ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഫ്രീലി മാർക്കറ്റബിൾ, നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ട്രേഡ് ബിൽസ് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചസ്. ഓക്കെ, പിന്നെ അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ വലിയ എന്താ പറയാ, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ ഉള്ള നല്ല കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അവർ ഈ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യും, മറ്റേ ക്യാപിറ്റൽ മാർക്കറ്റിൽ പോയിട്ട് ഡിബഞ്ചറോ ബോണ്ടോ ഒക്കെ ഇഷ്യൂ ചെയ്യും. അതേപോലെ തന്നെ അവർക്കൊരു ഷോർട്ട് ടേം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ 3 മാസം 6 മാസത്തേക്കൊക്കെ ഒരു ഫണ്ടിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ മണി മാർക്കറ്റിൽ വന്നിട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന ഒരു സാധനം ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതിലും ഈ പറഞ്ഞ പോലെ പൊതുവെ ഇൻട്രസ്റ്റ് അല്ല ഉണ്ടാവുക, യൂഷ്വലി ഇറ്റ് ഇസ് ഇഷ്യൂഡ് ഓൺ എ ഡിസ്കൗണ്ട്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 3 മാസത്തേക്കാണല്ലോ ഇഷ്യൂ ചെയ്യുക. അപ്പം ഒരു 60,000 ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ 60,000 കൊമേഴ്ഷ്യൽ പേപ്പർ ഫേസ് വാല്യൂ 60,000 ഉള്ള കൊമേഴ്ഷ്യൽ പേപ്പർ ചിലപ്പോൾ അവര് ഒരു 55,000 ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. അതായത് വാങ്ങിക്കുന്ന സമയത്ത് ആൾക്കൊരു ഡിസ്കൗണ്ടിന് കിട്ടും, വാങ്ങിക്കുന്ന ആൾക്ക് 55,000 കിട്ടും. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ആള് അത് റിഡീം ചെയ്യുമ്പോൾ അയാൾക്ക് 60,000 ഫണ്ട് കിട്ടും. അത് ആ ഡിഫറൻസ് ആണ് വാങ്ങിക്കുന്ന ആളുടെ ലാഭം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് കൊടുക്കല്ല, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ പേപ്പർ ഓർ കോർപ്പറേറ്റ് പേപ്പർ. അതായത് ഇൻഡസ്ട്രിയൽ പേപ്പർ, കോർപ്പറേറ്റ് പേപ്പർ എന്നൊക്കെ ആണ് പറയാറ്. ഇതും എന്താ പറയുക, ഹൈലി ലിക്വിഡ് ആണ്. ഇതും നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് വിൽക്കാം. മണി മാർക്കറ്റിൽ തന്നെ വേറൊരാൾക്ക് വേണമെങ്കിൽ വിൽക്കാം. നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ബ്ലൂ ചിപ്പ് കമ്പനീസ് മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനികൾ മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. കാരണം ദീസ് ആർ അൺസെക്യൂർഡ്. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും ഇതിന് ഇല്ല. അതായത് 3 മാസം കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞാൽ ആ കമ്പനി ഫണ്ട് തിരിച്ചു തരും എന്നുള്ളതിന് ഒരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് വേറെ സെക്യൂരിറ്റി ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1989-1990 കാലഘട്ടത്തിലാണ്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി വെരി സിമിലർ ടു എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മുടെ നമ്മൾ ബാങ്കിലൊക്കെ ക്യാഷ് ഇടുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ട് നമ്മളൊരു കുറച്ച് കാലത്തേക്ക് കൊണ്ടുപോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ട് നമ്മൾ ബാങ്കിൽ ഫിക്സഡ് പീരീഡിലേക്ക് ഇടുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ സാധനമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ ബാങ്കിൽ കുറച്ച് ഫണ്ട് കൊണ്ടുപോയിട്ട് ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, പ്രോമിസറി നോട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം, FDയുടെയും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെയും മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ FD പൊതുവെ ലോങ് ടേം ആണ്. 1 കൊല്ലം
അങ്ങനെ അല്ലെങ്കിൽ 2 കൊല്ലം 5 കൊല്ലം ഒക്കെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഷോർട്ട് ടേം ആണ്. ഓക്കെ, ബേസിക്കലി 3 മാസം തൊട്ടിട്ട് 6 മാസം വരെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ കാലാവധി. പിന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാം, നമുക്ക് വിൽക്കാം. അതാണ് ബേസിക് ഡിഫറൻസ്. എഫ് ഡിയും സി ഡിയും നമ്മുടെ മെയിൻ ഡിഫറൻസ്. സി ഡി ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ട് ഫണ്ട് ഇട്ടിട്ട് നമ്മളൊരു സി ഡി എടുത്താൽ നമുക്കത് കൊണ്ടുപോയിട്ട് വിൽക്കാം. വേറൊരാൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസിലി ട്രാൻസ്ഫർ, നമുക്ക് മാർക്കറ്റിൽ അതിനെ വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ എഫ് ഡിക്ക് നമുക്ക് എന്താ പലിശ കിട്ടുകയാണ് ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമുക്ക് എപ്പോഴും ഓരോ മാസം കൂടുമ്പോൾ പലിശ കിട്ടും, അല്ലെങ്കിൽ ഓരോ കൊല്ലം കൂടുമ്പോൾ പലിശ കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന് പലിശയല്ല, ഡിസ്കൗണ്ടിന്റെ പരിപാടി തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു ഡിസ്കൗണ്ട് റേറ്റിനാണ് അത് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒരു കമ്പനി ഒരു 50,000ന്റെ സർട്ടിഫിക്കറ്റ്, ഒരു 60,000 സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ 55,000 അടച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് 60,000 കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ്. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഇസ് എ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് അഗൈൻസ്റ്റ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് പൊതുവെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. ഇൻഡിവിജ്വൽസിനെയൊക്കെ കൂടുതൽ ഇത് പൊതുവെ എടുക്കുക കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. Then ready forwards. In the ready forward deal, a commercial bank or some other organization enter into an agreement with company willing to invest fund for a short period of time. Here bank sells some securities to one company and repurchase the same securities at a predetermined price. Ready forward എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യാ, ഒരു ബാങ്ക് അവർക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിക്ക് കുറച്ച് സർപ്ലസ് ഫണ്ട് ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ബാങ്ക് എന്ത് പറയും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ബാങ്ക് കുറച്ച് സെക്യൂരിറ്റികൾ, കുറച്ച് ബാങ്കിന് ഇപ്പൊ അത്യാവശ്യമായിട്ട് ഫണ്ടിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ബാങ്ക് കുറച്ച് ഷെയറുകളോ അല്ലെങ്കിൽ കുറച്ച് സെക്യൂരിറ്റീസോ ഒക്കെ ഈ പറയുന്ന കമ്പനിക്ക് വിൽക്കും. ഓക്കെ, അപ്പൊ വിൽക്കുമ്പോൾ എന്താവും, ആ കമ്പനി അത് വാങ്ങിക്കും. വാങ്ങിക്കുന്ന സമയത്ത് ബാങ്കിന് ക്യാഷ് കിട്ടും. പക്ഷെ വിൽക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അതിന് റീപർച്ചേസ് ഡേറ്റും കൂടി പറയും. അതായത് വിൽക്കുമ്പോൾ തന്നെ പറയും, ഇപ്പൊ 3 മാസത്തിന് ശേഷം 3 മാസത്തേക്കാണ് ഈ ഫണ്ടിന്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് പറയും വെച്ചാൽ ഞാൻ ഇപ്പൊ വിൽക്കാം, പക്ഷെ 3 മാസം കഴിഞ്ഞാൽ ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും എന്ന് പറയും. ആ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഏത് പ്രൈസിനാ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതും ഫിക്സ് ചെയ്യും. ഓക്കെ, അതിനെയാണ് റെഡി ഫോർവേഡ്സ് എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന് ഒരു 50,000 റുപ്പീസിന്റെ ആവശ്യമുണ്ട് 3 മന്ത്സിലേക്ക്. അപ്പൊ അവർ എന്ത് ചെയ്യും, കുറച്ച് സെക്യൂരിറ്റീസ് ഒരു കമ്പനിക്ക്, ഫണ്ടുള്ള കമ്പനിക്ക് വിറ്റിട്ട് പറയും 3 മാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് റീപർച്ചേസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ ഞാൻ വിൽക്കാം, നിങ്ങൾ വാങ്ങിക്കണം, 3 മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വാങ്ങിച്ചോളാം. അപ്പൊ ഇവിടെയും ഇൻട്രസ്റ്റ് അല്ല, ഈ വിൽക്കുന്ന സമയത്ത് ബാങ്ക് ഒരു ചെറിയ റേറ്റിനായിരിക്കും വിൽക്കുക. വാങ്ങിക്കുമ്പോൾ തിരിച്ച് റീപർച്ചേസ് ചെയ്യുമ്പോൾ ബാങ്ക് അതിനേക്കാൾ കൂടിയ റേറ്റിന്, വിറ്റതിനേക്കാൾ കൂടിയ റേറ്റിനായിരിക്കും ബാങ്ക് തിരിച്ചു വാങ്ങിക്കുക. ആ ഡിഫറൻസ് ആണ് ഈ പറയുന്ന കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് റെഡി ഫോർവേഡ്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല മറ്റ് ഓർഗനൈസേഷൻസും ചെയ്യും. പക്ഷെ ഇത് പൊതുവെ കമ്പനികൾ അങ്ങോട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരസ്പരം അങ്ങോട്ടും ചെയ്യുന്നതാണ്. പൊതുവെ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ അങ്ങനെ ചെയ്യാറില്ല. ഇന്റർ കമ്പനി ഡെപ്പോസിറ്റ്സ്. ഇന്റർ കമ്പനി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ നമ്മുടെ കോൾ മണി പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ 2 കമ്പനികൾ തമ്മിലാണ് ചെയ്യുന്നത്. അതായത് ഇത് വളരെ പോപ്പുലർ ആണ് ഇന്ത്യയിൽ. ഒരു കമ്പനിക്ക് സർപ്ലസ് ഫണ്ട് ഉണ്ടെന്നായിരിക്കും, ഒരു കമ്പനിക്ക് ഷോർട്ടേജ് ആണ് ഫണ്ടിന്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ആ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സർപ്ലസ് ഉള്ള കമ്പനി മറ്റേ ഷോർട്ടേജ് ഉള്ള കമ്പനിയിൽ കുറച്ച് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു പലിശ അവര് കൊടുക്കും. അതാണ് ഇന്റർ കമ്പനി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി ഇറ്റ് ഇസ് ഡൺ ഫോർ 6 months. 6 months വരെയാണ് ഇത് ചെയ്യുക. അൺസെക്യൂർഡ് ആണ്, ഇതിലും പ്രത്യേകിച്ച് വേറെ സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഡിഫറെന്റ് ടൈപ്സ് ആണ്. കോൾ ഡെപ്പോസിറ്റ്. കോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കോൾ മണി പോലെ തന്നെയാണ്. ഓൺ കോൾ, റീപെയ്ഡ് ഓൺ കോൾ. അതായത് ഓൺ ഡിമാൻഡ് എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണം. നമ്മളിപ്പോൾ 3 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താലും 6 മാസം എന്നിട്ട് കൊടുത്താലും ഈ ഡെപ്പോസിറ്റ് ചെയ്ത കമ്പനിക്ക് ഫണ്ടിന് ആവശ്യം വന്നാൽ അത് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കണം. പിന്നെ 3 months ഡെപ്പോസിറ്റ്, 6 months ഡെപ്പോസിറ്റ് ഉണ്ട്, 3 മാസം ഡെപ്പോസിറ്റ്, 6 മാസം ഡെപ്പോസിറ്റ്. പിന്നെ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത്? ഒന്ന് സേഫ്റ്റി, എത്ര സേഫ് ആണെന്നുള്ളത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ടി ബിൽസ്, പിന്നെ അതേപോലെ തന്നെ ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഏറ്റവും സേഫ് ആയിട്ട് വരുന്നത്.
ഇപ്പൊ നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി സെക്യൂരിറ്റി ബ്ലൂ ചിപ്പ് കമ്പനീസ് ആണ്, വലിയ വലിയ കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യാന്നുണ്ടെങ്കിലും അത് അൺസെക്യൂർഡ് ആണ്. ഇപ്പൊ ബാങ്ക് ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനി ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ട്രഷറി ബില്ലൊക്കെ വളരെ സേഫ് ആണ്. ദെൻ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി. ലിക്വിഡിറ്റി മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ നമുക്കത് വിൽക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ പറഞ്ഞ പല ഇൻസ്ട്രുമെന്റ്സും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ അങ്ങനെ വളരെ എളുപ്പം വിൽക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഈ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രേഡ് ബില്ല്, അത് മാർക്കറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് സെല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. പിന്നെ പ്രോഫിറ്റബിലിറ്റി, എത്രമാത്രം റിട്ടേൺസ് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത്. മെച്യൂരിറ്റി പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഷോർട്ട് ടേം ഫണ്ടാണ്, 3 മാസത്തിന് 4 മാസത്തിന് അല്ലെങ്കിൽ 6 മാസത്തിന്. അപ്പൊ ആ മെച്യൂരിറ്റി പീരീഡ് നമ്മുടെ ആവശ്യമുള്ള മെച്യൂരിറ്റി ആയിട്ട് ഇതാവണം. ടാക്സബിലിറ്റി, ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ടാക്സ് എക്സംഷൻ ഉണ്ട്, ചില ഇൻസ്ട്രുമെന്റ്സ് ടാക്സബിൾ ആണ്. അപ്പൊ അതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നുള്ള പോർഷൻ നമ്മൾ പറയാനുള്ളത്.